എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തി വെച്ചൊരു ഐറ്റമാണ്. യൂട്യൂബിലൊക്കെ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു ഐറ്റമാണ് കുക്കർ മത്തി. അപ്പോൾ ഞാനും ചിന്തിച്ചു ഞാനൊന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ. അപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് എങ്ങനെ ഈ കുക്കർ മത്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തുകൊണ്ട് വന്ന 5 വലിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് വരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒത്തിരി ചെറുതായിട്ട് വരിഞ്ഞെടുക്കേണ്ട, 3 വരി ഞാൻ വരിഞ്ഞു എടുത്തിട്ടുള്ളൂ. നമുക്കിതിലോട്ട് വേണ്ട മസാല ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല രീതിയിൽ ചതച്ചെടുത്തതാണ്, അതും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മത്തിയിലോട്ട് നമുക്കിതെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കാം. അതിൽ വരിഞ്ഞെടുത്തോട്ടും അതിൻ്റെ അകത്തോട്ടൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് 1/2 മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മീനിലോട്ട് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ മത്തി തയ്യാറാക്കാം. ഇവിടെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നല്ല രീതിയിൽ ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പം ഞാൻ ഒരു 15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ 2 പച്ചമുളക് നടുക്കൂടെ കീറിയെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരണം. ഒത്തിരി ബ്രൗൺ കളറായി അങ്ങനെ വരുമൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. സോഫ്റ്റായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരപ്പ് തേക്കാനായിട്ട് മീനിൽ അരപ്പെടുത്തില്ലേ, ആ സമയത്ത് നിങ്ങൾ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ, അത് ഓരോന്നും നിരത്തി ഈ കുക്കറിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. നിങ്ങളിപ്പോൾ മീനിൻ്റെ അളവ് അധികം എടുക്കുന്നുണ്ടെങ്കിൽ വലിയ കുക്കർ എടുക്കുക കേട്ടോ. മീൻ അധികം എടുക്കുകയെന്നുണ്ടെങ്കിൽ മസാലയുടെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളി ഈ റൗണ്ട് രീതിയിൽ മുറിച്ചതാണ്, അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കുക്കർ മത്തി ഉണ്ടാക്കുന്ന മിക്ക ആൾക്കാരും പിഴുപുളി പിഴിഞ്ഞിട്ട് ആ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഞാൻ തക്കാളിയാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. തക്കാളി ഇത് വെന്ത് കിട്ടുമ്പോഴത്തെ നല്ല കൊഴുമ്പ് പോലെ നല്ല മസാലയായിട്ട് നമുക്കിത് കിട്ടും. അതുകൊണ്ടാണ് തക്കാളി വെച്ച് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുത്തിച്ചെടുക്കുക. എന്നിട്ട് തീ മീഡിയത്തിലിട്ടുകൊണ്ട് 2 വിസിൽ വരുത്തിച്ചെടുക്കുക. അങ്ങനെ വിസിലെല്ലാം വന്ന് എൻ്റെ വിസിലെല്ലാം പോയി വന്നിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ മത്തി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല കൊഴുമ്പ് പോലെ നല്ലതായി വന്നിട്ടുണ്ട്. പക്ഷേ മീൻ നിങ്ങളെ എടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ മീൻ ഇപ്പോൾ ഇരിക്കുന്നതെന്നുള്ളത്. കണ്ടില്ലേ, മീൻ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മീൻ ഈ രീതിയിലിരിക്കുന്ന കാണുമ്പം എനിക്ക് എന്തോ പോലെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വറുത്ത് കഴിക്കുക, അപ്പോൾ തിരിച്ചിടുമ്പോൾ കണ്ടില്ലയോ ആ ഒരു സൈഡ് അതിൻ്റെ അടിഭാഗമൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ മീൻ നമ്മൾ മസാല തേച്ച് വെച്ചപ്പോൾ എങ്ങനെ ഇരുന്നോ അതേ രീതിയിലാണ് ഇരിക്കുന്നത്. എനിക്ക് മീൻ വറുക്കുമ്പോഴാണെങ്കിലും നല്ല മൊരിഞ്ഞിട്ട് വറുത്ത് കിട്ടണം, എന്നാലേ എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ അല്ലാത്ത ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ല. അപ്പോൾ എനിക്കിത് അത്രയും അങ്ങോട്ട് ആ കുക്കറിലിരുന്നപ്പോൾ അത്രയും അങ്ങോട്ട് കാണുമ്പോൾ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അന്നേരം ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മീൻ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുത്ത് തീയൊക്കെ ഒന്നുകൂടെ ഓണാക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഈ കുക്കറിൽ തന്നെ വെച്ചൊന്ന് വറുത്തെടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ കുക്കറിൽ നമുക്കത് വറുത്തെടുക്കാൻ പറ്റത്തില്ല. അന്നേരം എന്നെപ്പോലെ മീൻ നല്ല രീതിയിൽ മൊരിഞ്ഞിട്ട് കിട്ടേണ്ട ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എന്താ ചെയ്യണം അറിയാമോ, മീൻ 1/2 മണിക്കൂർ നമ്മൾ അരപ്പ് പെരട്ടി വെച്ചില്ലേ, പെരട്ടി വെച്ച് കഴിഞ്ഞ് ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ മീനെ ഒന്ന് പകുതി വരെ അത് വറുത്തെടുക്കണം. എന്ന് പറഞ്ഞാൽ തീ മീഡിയത്തിൽ ഇട്ടതിനെ വറുത്തെടുക്കുക, അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ അകവും പുറവും ഒക്കെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന പോലെ വരണം. എന്നിട്ട് വേണം നിങ്ങൾ കുക്കറിലോട്ട് മീൻ വെച്ച് കൊടുക്കാൻ. അന്നേരം നല്ല രീതിയിൽ മീൻ നല്ല രീതിയിൽ കിട്ടും. എൻ്റെ ഗ്രേവിയൊക്കെ അത് നല്ല കൊഴുമ്പ് പോലെ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ മീനെല്ലാം പറക്കി ഫ്രൈ പാനിലിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഈ രീതിയിൽ വറുത്തെടുത്തു. എല്ലാ മീനും ഈ രീതി വറുത്തെടുത്തിട്ട് മീനെയൊക്കെ ഞാൻ വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ മസാല അങ്ങ് ഇട്ട് കൊടുത്തു. മസാല വെന്ത് കിട്ടി തക്കാളിയുടെയൊക്കെ കൊഴുമ്പ് പോലെ വന്നില്ലേ, വെച്ച് കൊടുത്തു. പക്ഷേ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ മീൻ പകുതി വരെ വറുത്തിട്ട് ഇതിങ്ങനെ കുക്കറിൽ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഗ്രേവി മാത്രം മതി, നമ്മൾ വയർ നിറച്ചും ചോറ് കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക.